ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു ഇൻട്രോഡക്ഷൻ വീഡിയോ ആയിട്ടാണ്. എൻ്റെ ഫാമിലി നമ്മളെ ടുഗദർ ഫോറവറിലുള്ള എല്ലാ ആൾക്കാരും ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവർക്ക് നേരിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് അവരോരോ ആവശ്യങ്ങൾക്ക് ബിസി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് എല്ലാവരെയും കൂടി ചേർന്ന് ഞാൻ അങ്ങ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാമെന്ന്. ഞാൻ പോരെ എല്ലാത്തിനും, ഞാൻ മതി. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. എന്നെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യമേ എൻ്റെ പേരാണ് ആതിര MK. ഞാൻ ഇനി അടുത്ത 10th പഠിക്കാൻ പോവാണ്. എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരു പാവം, സുന്ദരി, സുശീല, കോമള പെൺകുട്ടിയാണ്. നല്ല ഭംഗിയാണ്. ഞാനാണ് എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ. അപ്പം ഞാൻ ഇനി എൻ്റെ ചേച്ചിയെക്കുറിച്ച് പറയാം. ഇതാണ് എൻ്റെ ചേച്ചി. അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവളെ പേര് അഭിനയ MK എന്നാണ്. വീട്ടിൽ വിളിക്കുന്നത് അപ്പു എന്നാണ്. എല്ലാവരും അപ്പു 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 എന്തോ കേട്ടിട്ട് അപ്പു എന്നുള്ളത് എനിക്കറിയാൻ വയ്യ. അവൾ BBA ഏവിയേഷൻ പഠിക്കുകയാണ് ട്രിവാൻഡ്രത്ത്. പാവം പെങ്കൊച്ചാണ്. കണ്ട ഇച്ചിരി ഉണ്ടെങ്കിലും 18 വയസ്സാകുമ്പോൾ ഒരു കുട്ടിയാണ് അവൾ. ഞങ്ങളെ കാര്യത്തിന് ഞങ്ങളെല്ലാം നെയ്ത് മറ്റേ സാധനം നയിക്കുന്നൊരു കുട്ടിയാണ്. ഞങ്ങളെല്ലാം ഒരു അനിയന്മാരും ഒരു ലെവലിൽ കൊണ്ടുപോകണ ആ കുട്ടിയാണ് അവൾ. സുന്ദരിയാണ്. അതിൻ്റേതായ ഒരു തരത്തിലുള്ള അഹങ്കാരം ഇല്ല എൻ്റെ കൊച്ചിന്. അപ്പം അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാൻ അടുത്ത പറയാൻ പോകുന്നത് എൻ്റെ മമ്മീജിയെ കുറിച്ചാണ്. അമ്മയാണ് നമുക്ക് ഈ വീഡിയോ എടുക്കണം അങ്ങനെ ഒരു ഐഡിയ ആദ്യമേ നമ്മളത് പറഞ്ഞത് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന്. അതിൻ്റെ വാലയെ പിടിച്ചാണ് ചിറ്റയും അപ്പച്ചിയും ഒക്കെ പറഞ്ഞത് വീഡിയോ എടുക്കണമെന്ന്. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് എല്ലാത്തിനും നല്ല ഇൻട്രസ്റ്റ് ആണ്. അമ്മ പറയും, മക്കളെ ചെയ്യേ നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് അത് പറ്റത്തില്ല, അങ്ങനെ അമ്മ നമ്മളെ നിരുത്സാഹപ്പെടുത്തത്തില്ല. അമ്മ നല്ലൊരു കുട്ടിയാണ്, നല്ലൊരു പാവം, നമ്മൾ നല്ല വൈബാണ് അമ്മ. നമ്മളെ റിലേറ്റീവ്സിന് നമ്മുടെ അതേ വൈബായതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക്. അതാണ് നമ്മളുടെ സ്ട്രെങ്ത്ത്. അമ്മയെക്കുറിച്ച് പറയുവാണെങ്കിൽ അമ്മ നമ്മളെ ഒരു റീൽസ് ഉണ്ട്, ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസ് ഉണ്ട്. അമ്മ അപ്പം പറയും, എന്തോ പിള്ളേർ ഞങ്ങളൊന്നും ചെയ്യുന്നില്ലേ, ബാക്കി എല്ലാം ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ലേ, അങ്ങനെ ചോദിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ അച്ഛനെ കുറിച്ചാണ്. അച്ഛൻ്റെ പേര് കണ്ണൻ ഓക്കെ. അപ്പം അച്ഛൻ മസ്കറ്റിൽ ഷെഫായിട്ട് ജോലി ചെയ്യുവാണ്. അച്ഛന് നല്ല സപ്പോർട്ടാണ് ഈ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ. ഇപ്പം അച്ഛൻ ഇടയ്ക്ക് ചോദിക്കും, എന്തുവാ വീഡിയോ എടുക്കാൻ നിർത്തിയേ, ഇനി വീഡിയോ എടുക്കുന്നില്ലേ, വീഡിയോ ഇട് അങ്ങനെ പറഞ്ഞിട്ട്. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ പറയാൻ. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ അപ്പച്ചിയെ കുറിച്ചാണ് കേസ്. ഇതാണ് അപ്പച്ചി എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ചേച്ചി. എൻ്റെ അച്ഛൻ്റെ ചേച്ചിയാണ് അപ്പച്ചി. അല്ലാതെ പറയല്ല. അപ്പച്ചിയുടെ പേര് ഗൗരി എന്നാണ്. അപ്പ നേഴ്സാണ്. അപ്പയെക്കുറിച്ചാണെങ്കിൽ അപ്പം നല്ല ചിൽ മൂഡാണ്, എപ്പോഴും നല്ല വൈബാണ്. നമ്മളോടെപ്പോഴും സർപ്രൈസൊക്കെ കൊടുക്കാനായിട്ട് അപ്പ ഭയങ്കര സപ്പോർട്ടാണ്. അത് സർപ്രൈസ് കൂടെ അത് ചെയ്യും ഇത് ചെയ്യും, നല്ല വൈബാണ് കേസ് അപ്പച്ചി. അപ്പച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ ചേട്ടനെ കുറിച്ചാണ് കേസ്. ചേട്ടൻ്റെ പേരാണ് മാതേഷ് എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ എന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചിയുടെ മൂത്ത മോൻ. ചേട്ടൻ ഇപ്പോൾ കൊല്ലത്ത് BCom പഠിക്കുവാണ്. ആളെന്ന് വെച്ചാൽ ഭയങ്കര ഷൈ എന്ന് വെച്ചാൽ ഭയങ്കര ഷൈ ആണ്. ക്യാമറ ഫോബിയ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അപ്പം ഒരു ഫോൺ കണ്ടോ അത് വീഡിയോ എടുക്കും, അപ്പോൾ പറയും, ഇത് എന്നെ എടുക്കല്ലേ, വേണ്ട കുഞ്ഞു, വേണ്ട അതിരി, അങ്ങനെ പറയത്തുള്ളു. എന്തോ ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ക്ലാരിറ്റി ഉള്ള ഫോൺ അതാണ്. മാതേശ്വരൻ ഇരിക്കുന്നതാണ്. അപ്പം ആളെപ്പോഴും ഫോണൊക്കെ തരും നമുക്ക് വീഡിയോ എടുക്കാൻ.
ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരും, ഫോട്ടോ എടുത്തു തരും, അതിനൊക്കെ ആൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ ആളുടെ മുഖം നമ്മൾ വീഡിയോ കാണിക്കരുത്. അപ്പം നമ്മളുടെ വീഡിയോയിൽ ഇടയ്ക്ക് മാത്രം കാണുന്നൊരു മുഖമായിരിക്കും ഈ മാവേശിൻ്റെ. അത്രേ ഉള്ളൂ പറയാനുള്ളതിൻ്റെ. ചേച്ചിയെ കുറിച്ചാണ് കേസ്. ചേച്ചി എന്ന് വെച്ചാൽ എൻ്റെ അപ്പയുടെ മൂത്ത മോള്. ആള് യഥാർത്ഥ പേര് സുപ്രീ എന്നാണ്. ഞങ്ങളെ വീട്ടിൽ പാപ്പു എന്ന് വിളിക്കും. ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ഇനി അടുത്ത +2 പോകാൻ നിൽക്കുവാണ് പാങ്കൊച്ച്. നല്ല ആക്റ്റീവാണ്. എൻ്റെ അപ്പവും പാപ്പു ഏകദേശം ഒരേ സ്വഭാവമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എവിടെ പോലും അവരുടെ ഒരുമിച്ച് നടക്കുന്ന എന്നെ ഒറ്റക്കാക്കും. പാപ്പു നന്നായി ഡാൻസ് കളിക്കും, നന്നാ ജ്യൂസ് ഉണ്ടാക്കി തരും, നന്നാ ചാർജ് ഉണ്ടാക്കി തരും. പാപ്പുവിനെ കുറിച്ച് പറഞ്ഞാൽ അത്രയ്ക്കേ ഉള്ളു, പാവമാണ്. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഏറ്റവും ഫേവ് പേഴ്സൺ എൻ്റെ ചിറ്റ. ചിറ്റയുടെ പേര് രാഗി എന്നാണ് കേസ്. രാഗി ചിറ്റ പാവമാണ്. പാവം വെച്ചാൽ പഞ്ചപാവമാണ് എന്ന് ഞാൻ ഒട്ടും പറയത്തില്ല. നല്ല വൈബാണെന്ന് വെച്ചാൽ നമ്മൾ അതേ വൈബ്. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും അടി ഞാനും ചിറ്റയുമാണ്. ചിറ്റയെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ. ചിറ്റ ഞങ്ങൾ ഭയങ്കര വൈബാണ്. ചിറ്റാണ് എപ്പോഴും പറയാ ചുമ്മാ ഇരിക്കല്ലേ പോയി വീഡിയോ ഇട്, അങ്ങനെ വൈബ്. എൻ്റെ അതേ വൈബാണ് ചിറ്റയ്ക്കും. അടി ഉണ്ടാക്കുന്ന ഞങ്ങൾ ഒരേ കണക്ക് അടി ഉണ്ടാക്കും. ഞങ്ങൾ രണ്ടുപേരും ചുമ്മാ സ്വന്തം ചളി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ വട്ടക്കുള്ള കുട്ടിയാണ് എൻ്റെ ചിറ്റയെക്കുറിച്ച്. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ ചിറ്റപ്പനെ കുറിച്ചാണ്. ചിറ്റപ്പൻ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ. ചിറ്റപ്പൻ ഭയങ്കര സ്നേഹമാണ്. ചിറ്റപ്പൻ പേര് ഗോപാൽ എന്നാണ്. ചിറ്റപ്പൻ അബുദാബി ഷെഫായിട്ട് വർക്ക് ചെയ്യുവാണ്. ചിറ്റപ്പൻ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കെയറിങ് ആണ്. ചെറുതായിട്ട് കലിപ്പനാണ്. കലിപ്പൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾക്ക് ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഞങ്ങൾ പിള്ളേർ ഇങ്ങനെ റീൽ അയച്ച് കളിക്കുക. സ്റ്റിക്കേഴ്സ് ഇങ്ങനെ അയച്ച് കളിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ചിറ്റ പപ്പയുടെ ഗ്രൂപ്പിൽ മെസ്സേജ്, എന്തുവാ നിനക്കൊക്കെ പഠിക്കാനൊന്നുമില്ലേ, ഇപ്പോൾ പഠിയടി, അങ്ങനെ. ദാറ്റ്സ് മൈ ചിറ്റപ്പൻ കേസ്. പക്ഷെ വൈബിനൊത്ത ചിറ്റപ്പനാണ് നമുക്ക് കിട്ടിയത്. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ അനിയന്മാരെ കുറിച്ചാണ്. അനിയന്മാരെന്ന് വെച്ചാൽ ചിറ്റപ്പൻ്റെ മക്കൾ. ഇതാണ് അശ്വിൻ ഗോപാൽ. അവൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് അപ്പു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും നമ്മുടെ കുടുംബത്തിൽ 2 അപ്പുമാരുണ്ടെന്ന്. ഒന്ന് ഈ അപ്പു, ഒന്ന് ഈ അപ്പു. രണ്ടുപേർക്ക് ഏകദേശം ഒരേ സ്വഭാവമാണ്. എങ്ങനെയെന്നറിയാൻ വയ്യ. നമ്മൾ ഈ അപ്പുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല കെയറിങ്ങാണ്, നല്ല സ്നേഹമാണ് അവന്. എന്നുവെച്ചാൽ ഭയങ്കര സ്നേഹവും അവന്. ഞാൻ അങ്ങോട്ടൊന്ന് കുറേ പ്രാവശ്യം ഇങ്ങനെ ചൊറിഞ്ഞ് ഡിസ്റ്റർബ് ചെയ്താൽ മാത്രമേ അവൻ ഇങ്ങോട്ടോ എല്ലാം ചെയ്യത്തുള്ളവരെ. എനിക്ക് അനുഭവമുണ്ട്. പാവമാണ്. അവന്മാർക്കൊരു കംഫർട്ട് സോണുണ്ട്. അവിടം വരെ എത്തിയാൽ മാത്രമേ അവന്മാർ അത്ര അടുക്കുകയും ചെയ്യത്തുള്ളൂ ഒരാളോട്. അവന് ഇനി അടുത്തത് 8ൽ, ഇനി 8 പഠിക്കാൻ പോണ്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മളെ കുടുംബത്തിൽ ഏറ്റവും കുർത്തക്കേടുള്ള ഒരു പാവം കുട്ടിയെക്കുറിച്ചാണ്. ഇതാണ് ആ കുട്ടി. പേര് അക്ഷയ് ഗോപാൽ. വീട്ടിൽ അച്ചു എന്ന് വിളിക്കും. അവൻ പഞ്ചപാവാണ് അവൻ. പക്ഷെ അടിക്കും, നന്നാ അടിക്കും. അവനൊരാൾക്ക് ഇപ്പം നമ്മൾ അങ്ങോട്ടും അവനെ ഒന്ന് തൊട്ടാൽ അവൻ തിരിച്ച് ഇടിക്കും. അവൻ എന്തൊക്കെ നമ്മളെ ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുവാൻ. അവൻ ഇച്ചിരി ഉടങ്ങിട്ട് അവൻ അടിക്കുമ്പോൾ നല്ല വേദനയാണ്. പക്ഷേ ഇടയ്ക്ക് അവൻ്റെ സ്വഭാവം കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. ഇടയ്ക്ക് എന്ന് പറയാം ആദ്യം ഇച്ചിരി ഫോൺ തരുമോ, ഇച്ചിരി കളിക്കാതെ ഫോൺ തരുമോ, അല്ലെങ്കിൽ ഇച്ചിരി കളിക്കാമോ, അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ക്യൂട്ടാണ് അവന്മാർ.